പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ വഴിയാത്രകളെല്ലാം അവിടെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത അവിടുത്തെ വലിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനം പഠിക്കാനായിട്ട് ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനത്തെ പകർന്നു തരണമേ. ഞങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരയണമെന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ വീട്ടിൽ ചെന്നിട്ട്? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഇത് സുവിശേഷ വേലക്കാർക്ക് വേണ്ടി മാത്രമല്ല, ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചത്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ 1 മണിക്കൂർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മളിൽ അത് കുറേയും കൂടെ റീഇൻഫോഴ്സ്ഡ് ആയിട്ട് കിടക്കും. എല്ലാവരും അത് ചെയ്യണം. ജസ്റ്റ് സേ വാട്ട് യു ലേൺ. എന്താ നിങ്ങളിന്ന് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവിത പങ്കാളികളോടോ സ്നേഹിതരോടോ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് ഒത്തിരി. ഇപ്പോൾ നമ്മൾ 2 എണ്ണം പഠിച്ചു കഴിഞ്ഞു. നേതൃത്വ നിയമത്തിലെ 2 എണ്ണം. ഒന്ന് അടപ്പുകളെന്ന നിയമം. അതെന്തുവാ പ്രധാനമായിട്ട് പറയുന്നത്? അല്ല, ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ശൗലിനെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തതന്നേ ഉള്ളൂ. നമ്മളെ ഒതുക്കാനായിട്ട്, അതായത് നേതാവെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നേതാക്കന്മാരാണ്. അപ്പം നമ്മളെ ഒതുക്കാനായിട്ട് ആളുകൾ നമുക്കിടുന്ന അടപ്പുകളാണ് ആ അടപ്പുകളെന്ന നിയമം. അത് ഒത്തിരി കാര്യങ്ങൾ അവർ അടപ്പിടും. നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, നിറവില്ല, വിദ്യാഭ്യാസമില്ല, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. നീ അങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവും, ഭയപ്പെടുത്തും. അപ്പോൾ പല വിധത്തിലും നമ്മളെ അവർ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വം അതിനെ എന്ത് ചെയ്തോണം? ചെവിക്കൊണ്ടില്ല എന്ന് വെച്ച്, അല്ലെങ്കിൽ നമ്മളതിനെ അവഗണിച്ച്, അല്ലെങ്കിൽ എടുത്തു മാറ്റിയിരിക്കണം. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. ചിലർ ചോദിക്കാറുണ്ട്, നിനക്കൊക്കെ പാസ്സായി കേരളം ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ പഠിച്ചോ? ശരിയാവും, പറഞ്ഞത് ശരിയാ. അപ്പോൾ എവിടെയെങ്കിലും പഠിച്ച് ഞാൻ ഒരു ഡിഗ്രി എന്ത് ചെയ്യും? ഞാൻ കരസ്ഥമാക്കും. അപ്പോൾ ഇനി അത് പറയില്ലല്ലോ. അപ്പോൾ എവിടാണോ നമ്മളെ അവർ അടപ്പിടാൻ ശ്രമിക്കുന്നത്, ആ അടപ്പിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എനിക്കാരും അവസരം തരുന്നില്ല, വേണ്ട, എനിക്ക് അവസരം കണ്ടെത്താമല്ലോ. നിൻ്റെ സഭയിലല്ലേ എനിക്ക് അവസരം തരാതെ. ഞാൻ ഒരു പ്രാർത്ഥന കൂടെ തുടങ്ങിയേക്കാം. അല്ല, ഞാൻ വിളിച്ചാൽ വരുന്ന 10 പേരുണ്ടല്ലോ. അപ്പോൾ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യുകയും ഉണ്ടാക്കുകയും കണ്ടെത്തുകയും. പിന്നെ ഒരു യഥാർത്ഥ ലീഡർ വേറൊരു കാര്യം കൂടെ ചെയ്യും. അതിനാണെന്നറിയാമോ? മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുകൊണ്ടും ഇരിക്കും. ഹി വിൽ ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ്. എൻ്റെ കൂടെ ഇപ്പോൾ ഇന്നതിന് കഴിവുള്ള ഒരാളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അദ്ദേഹത്തിന് അവസരം കൊടുക്കുക, അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് സർവീസ് ചെയ്തേ. അത് ആവശ്യമാണെന്ന് തോന്നി, അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നമ്മൾ താഴെ ഉണ്ടാക്കി, അതിൻ്റെ ചുമതല സുരേഷ്ജിനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ തീരുമാനിച്ചു, മേക്ക് ഡിസിഷൻസ്. ആര് പ്രസംഗിക്കണം, ഏത് പാട്ട് പാടണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഇതിനെ എങ്ങനെ കൊണ്ടു നടക്കണം. ഒരു അവസരം ഉണ്ടാക്കി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഒരു ലീഡർഷിപ്പിക്കുന്ന ആളുകൾ അവസരം നോക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ അവസരം കിട്ടുമെന്ന് മാത്രമല്ല നോക്കുന്നത്, ഹി വിൽ ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് കൂടെ അവരെന്ത് ചെയ്യും? അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇന്നത്തെ ആരാധന നീ ലീഡ് ചെയ്യേ, അല്ല ഇന്നത്തെ പ്രസംഗം നീ പ്രസംഗിക്കേ. അവസരങ്ങളുണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ, അപ്പോൾ ആരൊക്കെ നമ്മളെ അടയ്ക്കാൻ ശ്രമിക്കുന്നോ ആ അടപ്പുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അടിക്കണം. 2, ലീഡർഷിപ്പിൽ നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് അവർ പൊസിഷൻ, ഇറ്റ്സ് അവർ ഇൻഫ്ലുവൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സ്ഥാനമല്ല അവിടെ വലുത്, എൻ്റെ സ്വാധീനമാണ് വലുത്. അതാണ് 2ാമത്തെ നിയമം. എല്ലാവരും കൂടെ അല്ലേ അങ്ങനെ
സ്ഥാനം മാത്രം കൊടുത്ത് സ്വാധീനമില്ലാത്ത ആളുകൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്. എന്തുവാ? റബ്ബർ സ്റ്റാമ്പ്. പ്രസിഡന്റ് സ്ഥാനത്ത് അവരായിരിക്കും ഒപ്പിടുന്നത്, പക്ഷെ കാര്യം നടത്തുന്ന മുഴുവനതാ ആണുങ്ങളാണ്. പല സംഘടനകളിലും പല സഭകളിലും അങ്ങനെ പേരുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരാളെ ആ സ്ഥാനത്ത് ഇരുത്തിയിരിക്കും, പക്ഷെ കാര്യം നടത്തുന്ന മുഴുവനതാ ആണുങ്ങളാണ്. അപ്പോൾ സ്ഥാനമല്ല വലുത്, സ്വാധീനമാണ് വലുത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഹൗ ക്യാൻ ഐ ഇൻഫ്ലുവൻസ് പീപ്പിൾ? എനിക്ക് എങ്ങനെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും? എനിക്ക് എങ്ങനെ ആളുകളെ സ്വാധീനിക്കാം? പല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണോ നീ സ്വാധീനം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് അവസാനം വരെ നിലനിർത്തിയുള്ള ആൾ നിൻ്റെ കൂടെ ഒക്കത്തുള്ളൂ. അതെപ്പോഴും ഓർത്തോളോ. ഉദാഹരണം, നീ കാശ് കൊടുത്താണോ സ്വാധീനം ഉണ്ടാക്കിയത്, ആളെ നിൻ്റെ കൂടെ കൂട്ടിയത്? അവസാനം വരെ പൈസ കൊടുത്തോണം, അല്ലെങ്കിൽ അവർ നിന്നെ ഇട്ടച്ച് പോവും. നീ ഫുഡ് കൊടുത്തിട്ടാണോ ആളുകളെ നിൻ്റെ കൂടെ കൂട്ടുന്നത്, അവസാനം വരെ നീ അത് കൊടുക്കേണ്ടി വരും. അപ്പം നീ എങ്ങനെ ആളുകളെ സ്വാധീനിക്കുന്നത്? പൈസ കൊണ്ട് സ്വാധീനിക്കുന്നവരുണ്ട്, വാരികോരി എറിയും. എന്ന് അവരുടെ കയ്യിൽ കൊടുക്കാനില്ലാതെ വരുന്നു, അന്ന് ഇവരെല്ലാം എന്തു ചെയ്യും? അവരെ വിട്ടുപോകുന്ന എത്രയോ പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് നമ്മൾ സ്വാധീനിക്കാൻ പോകുന്നത്? അതിനുദാഹരണമായി ഇന്നലെ ഞാൻ എടുത്തത് ആരുടെ ജീവിതം എടുത്തേ? രണ്ടുപേരുടെ ജീവിതം ഇന്നലെ ഞാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി ഒഴിച്ചിട്ട് ബാക്കിയുള്ള രണ്ടുപേരും. ഒന്ന് ഗാന്ധിജി. ലോകത്തെ ഇങ്ങനെ സ്വാധീനിച്ചത് എങ്ങനെയാ? ആർക്കും ഫുഡ് കൊടുത്തിട്ടൊന്നുമല്ല, പണം വാരി എറിഞ്ഞിട്ടുമല്ല, തൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. തൻ്റെ വസ്ത്രധാരണ രീതിയുടെ ആ ഗ്ലാമറോ ഒന്നും അല്ലായിരുന്നു. തൻ്റെ ജീവിതം അത്രയും ആളുകളെ സ്വാധീനിക്കാൻ ശക്തമായിരുന്നു. അതുപോലെ ഞാൻ രണ്ടാമടുത്തൊരാളാണ് മദർ തെരേസ. ഇന്നും അവരുടെ ജീവിതത്തിന് ഇത്രയും ആളുകളുടെ ഇടയിൽ സ്വാധീനം കിട്ടിയതിൻ്റെ കാര്യം എന്നാ? അവരുടെ ജീവിതം. അപ്പം എങ്ങനെയാണ് നമുക്ക് സ്വാധീനിക്കേണ്ട ആളുകളെ? ബൈ യുവർ ലൈഫ്. ഇവരൊക്കെ മരിച്ചിട്ടും ഇന്നും ജീവിക്കുന്നവരാ ഇവരൊക്കെ. എന്നാൽ പലരും അവരുടെ തലമുറയിൽ സ്വാധീനിച്ചെങ്കിലും അവർ പോയോടുകൂടെ പിന്നെ ആരും അവരെ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ഓർക്കുന്നേ ഇല്ല. എത്ര ഉന്നത ഗായകന്മാർ, എന്തെല്ലാം രീതിയിൽ ജീവിച്ചിരുന്നവർ, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു, അയാൾ മറന്നു. മരിച്ചിട്ടും ജീവിക്കുന്ന കുറേ ആളുകൾ ഇന്നുണ്ട് ആളുകളുടെ ഹൃദയങ്ങളിൽ. ഇന്നും അവരുടെ പേര് പറയുമ്പോൾ ആവേശമാണ്. അതെങ്ങനെ അവർക്ക് സാധിച്ചേ? അവരുടെ ജീവിതം കൊണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ, നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ ആളുകളെ എന്ത് ചെയ്യേണ്ടത്? സ്വാധീനിക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ അടുത്തതിലേക്ക് നീങ്ങാൻ പോവാ. അടുത്തത് സംസ്കരണം എന്ന നിയമം. സംസ്കാരം അല്ല കേട്ടോ, സംസ്കരണം. അതെന്തുവാ? അതൊന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞുതരാം. Nobody is born as a leader and nobody is made as a leader within one day. ആരും നേതാവായി ജനിക്കുന്നില്ല, ആരും ഒറ്റ രാത്രി കൊണ്ട് നേതാവാകുന്നതുമില്ല. ഈ രണ്ട് കാര്യം എപ്പോഴും ഓർത്തോളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംസ്കരണം എന്ന നിയമത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ആരും നേതാവായി ജനിക്കുന്നില്ല. Nobody is born as a leader. രണ്ട്, nobody has become a leader within overnight. ഒറ്റ രാത്രി കൊണ്ട് ആരും എന്ത് ചെയ്തിട്ടില്ല? നേതാവായിട്ടുമില്ല. അതിൻ്റെ അർത്ഥം എന്നാ? അപ്പം ഇറ്റ് ടേക്സ് ടൈം. ഒരു നേതാവിനെ നമുക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരണമെങ്കിൽ, ഒരു വ്യക്തി നേതാവായി തീരണമെങ്കിൽ അതിന് സമയങ്ങളെടുക്കും, ഒത്തിരി സമയമെടുക്കും. അത് ഇതെപ്പോഴും ഓർത്തോ. ആർക്കും ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നേതാവാ. അങ്ങനെ വല്ല സ്വപ്നം ഉണ്ടെങ്കിൽ അതിപ്പം തന്നെ എന്ത് ചെയ്തോ,
മാറ്റിക്കോ. ആർക്കും ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നേതാവാകാൻ പറ്റില്ല. ആരും നേതാവായി ജനിക്കുന്നതുമില്ല. ഒരുവൻ നേതാവാകണമെങ്കിൽ അതിനൊത്തിരി കടമ്പകൾ കടന്നേ പറ്റൂ. ശ്രദ്ധിച്ചേ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരോടൊരു കാര്യം പറയുന്നത് പ്രത്യേകിച്ചത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഐ എം ഗോയിങ് ടു മേക്ക് യു. ഇപ്പം നിങ്ങളതല്ല, ഇപ്പം നിങ്ങൾ മീൻപിടുത്തക്കാരാ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുക? നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോവുക. 3.5 വർഷം എടുത്തു മനുഷ്യരെ പിടിക്കുന്നവരാക്കാനായിട്ട്. ഏതാണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയമായപ്പോഴത്തേനും കൂടെയും മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചതാ പത്രോസൊക്കെ, അല്ലേ? നീ അവൻ്റെ കൂടെ എനിക്ക് ഇതുമില്ല എന്ന് പറഞ്ഞ ടൈപ്പ് മനുഷ്യനെ പിടിക്കുന്നവനായി തീരാൻ വീണ്ടും ചില ദിവസങ്ങളിലൂടെ കാത്തിരിക്കേണ്ടി വന്നു. വീണ്ടും ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം പറയാം. കാന്തം എന്ന് പറയുന്നത് എന്തുവാ? ശരിക്കത് എന്തുവാ? ഇരുമ്പ് അല്ലെങ്കിൽ കോബാൾട്ട് അല്ലെങ്കിൽ നിക്കല്. ഇത് മൂന്നുമാണ് കാന്തം ഉണ്ടാക്കാൻ പറ്റിയ 3 സാധനങ്ങൾ. കാന്തം ആകർഷിക്കുന്നത് ഈ 3 പഠിച്ചിട്ടില്ലേ സ്കൂളിൽ? ഇപ്പോൾ ഓർമ്മയുണ്ടല്ലേ? ഇരുമ്പ്, കോബാൾട്ട്, നിക്കൽ. ഈ 3 സാധനത്തെ കാന്തം എന്ത് ചെയ്യത്തുള്ളൂ? ആകർഷിക്കത്തുള്ളൂ. അപ്പോൾ സാധാരണ കാന്തം ഉണ്ടാക്കുന്നത് ഇരുമ്പിൽ നിന്നാണ്. എല്ലാ ഇരുമ്പും കാന്തവും അല്ല. എന്നാൽ കാന്തം ഇരുമ്പാ. എല്ലാ ഇരുമ്പും എന്തല്ല? ഇനി കുറച്ചുകൂടെ പറഞ്ഞ, എല്ലാ കാന്തവും ഇരുമ്പാണ്, എന്നാൽ എല്ലാ ഇരുമ്പും എന്തല്ല? കാന്തമല്ല. എന്നാൽ എല്ലാ ഇരുമ്പിനെയും കാന്തമാക്കാം. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചു കാണും. ഒരു ഇരുമ്പ് കഷ്ണത്തെ കാന്തമാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടോ? 3 മാർഗങ്ങളിലൂടെ അതിനെ കാന്തമാക്കാം. എന്താ വാസ്തവത്തിൽ ഇരുമ്പ് കാന്തമാകുമ്പോൾ നടക്കുന്നത് എന്തുവാ? അതിൻ്റെ അകത്തൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇരുമ്പ് കാന്തമാകുമ്പോൾ അതെന്തുവാ? അതിൻ്റെ തന്മാത്രകൾക്ക് ഒരു മാറ്റം സംഭവിക്കുക. ആ തന്മാത്രകളെല്ലാം ഒരു പ്രത്യേക ലെവലിൽ റീഅറേഞ്ച് ചെയ്യപ്പെടുകയാണ്. മോളിക്യൂൾസ്, അതിനകത്തുള്ള എല്ലാ വസ്തു ഉണ്ടാക്കുന്ന മോളിക്യൂൾസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നു? അതിനകത്തുള്ള മോളിക്യൂൾസിനെ വിഘടിച്ച് കിടക്കുന്ന, പല രൂപത്തിൽ കിടക്കുന്നതിനെ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നറിയാമോ? ഒരേ ലെവലിലേക്ക് ആക്കി കൊണ്ടുവരുമ്പോഴാണ് ഇന്നലെ വരെ അതിനില്ലാത്ത ഒരു ശക്തി അതിന് ലഭിക്കുന്നത്. അതങ്ങനെ ആക്കാൻ 3 മാർഗമുണ്ട്. ഒരു ആണിയെ കാന്തമാക്കാൻ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ടോ? അതിനകത്തൊരു വയറ് ചുറ്റും, ഒരു ചെമ്പ് കമ്പി അതിന് ചുറ്റും എന്ത് ചെയ്യും? ചുറ്റും. അല്ലെങ്കിൽ ചുറ്റിയിട്ട് ഒരു ബാറ്ററിയുടെ 2 അറ്റത്തും അത് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ആണി കാന്തമായിട്ട് മാറും. പഠിച്ചിട്ടുണ്ടോ അത്? എവിടെങ്കിലും ടീച്ചർ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഞാൻ കള്ളം പറയല്ലെന്ന് സാക്ഷിക്കാൻ. ഇതാണ് ഒരു മാർഗം. അപ്പോൾ ഒരു ആണി അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കഷ്ണത്തെ കാന്തമാക്കാനായിട്ട് ചെയ്തത്, അതിലൂടെ വിദ്യുത് ശക്തി എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ പ്രവഹിപ്പിച്ചു. അതാണ് ഒരു മാർഗം. അത് പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അതിനകത്തുള്ള മോളിക്യൂൾസ്, തന്മാത്രകൾ, അതാണ് അതിന് മലയാളം, അതെല്ലാം ഒരു പ്രത്യേക ലെവലിലേക്ക് അത് എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്യപ്പെട്ടു. പുറത്തൊരു മാറ്റവും കണ്ടില്ല. ആണി വളഞ്ഞതൊന്നുമില്ല കേട്ടോ. ആണി വക്ര ആണിയായിട്ടൊന്നും മാറില്ല. ആണി അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഒരാന്തരിക മാറ്റമാണ് അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? സംഭവിച്ചിരിക്കുന്നത്. ഇതിനാണ് രക്ഷിക്കപ്പെടുമ്പം നമുക്കുണ്ടാകേണ്ടത്. എല്ലാവർക്കും ഉണ്ടായി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഉണ്ടാകേണ്ടത് ഒരു ആന്തരിക മാറ്റം. രണ്ടാമത്തത്,
ഒരു ഇരുമ്പ് കഷ്ണത്തെ കാന്തമാക്കാനായിട്ടുള്ള രണ്ടാമത്തെ മാർഗം എന്താണെന്നറിയാമോ? ഇതാ വേനയില്ല, ഇതാണ് ഇരുമ്പ് കഷ്ണം എന്ന് വിചാരിക്കുക. എനിക്ക് ഇതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? കാന്തമാക്കേണ്ടത്. വേറൊരു കാന്തം ഞാൻ എടുത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാന്തത്തെ ഇതിനെ ഇങ്ങനെ തഴുകുക. ഇങ്ങനെ ആക്കരുത്. ഒരറ്റത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരേ ഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അന്നേരം എന്ത് സംഭവിക്കുന്നറിയാമോ? ഇതിലുള്ള കാന്തശക്തി ഇതിൻ്റെ അകത്തുള്ള തന്മാത്രകളെ എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഒരേ ലെവലിലേക്ക് ആക്കിയത്. കുറേ കഴിയുമ്പം ഇതിനെന്ത് ശക്തി ഉണ്ടായിരുന്നോ ആ ശക്തി ഇതിനും കിട്ടും. അങ്ങനെ ആ കാന്തം ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ മാർഗം. ഇനി ഒരു മാർഗം കൂടിയുണ്ട്. അതെന്നാന്നറിയാമോ? ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടാൽ മാത്രം മതി. അതല്ലേ കാന്തം കിടക്കുന്നതിന് അതൊരു സേഫ്റ്റി പിന്ന് കിടന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് സേഫ്റ്റി പിന്നിനും എന്ത് ചെയ്തു? ആ കാന്തത്തിൻ്റെ ശക്തി കിട്ടി. ഇതിനെ ഒന്നിച്ചിട്ടാൽ മതി, ഇത് കാന്തമാവും. ഏത് ഗുണം ഇതിനകത്തുണ്ടായിരുന്നോ? ഇതിൻ്റെ കാന്തം കുറയത്തൊന്നുമില്ല. അത് ഇതിന് കിട്ടി. അതൊരു വലിയ തത്വമാണ് വെളിപ്പെടുത്തുന്നത്. എന്നാന്നറിയാമോ? ഇതിൽ 3 തത്വങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഇമ്പാർട്ടേഷൻ ത്രൂ അസോസിയേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചേർന്ന് നടക്കുന്നതിനാൽ അവൻ്റെ കുറേ ഗുണം നീ എന്ത് ചെയ്തിരിക്കുന്നു? സ്വാംശീകരിച്ചു. ഇതിനോടുകൂടെ ചേർന്ന് ഇത് കുറേ നാൾ കിടന്നപ്പോൾ ഇതും കാന്തമായിട്ട് മാറി. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ, മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യമെന്ന്. കുറേ നാൾ ഇതിനോടുകൂടെ ചേർന്ന് കിടന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇതിലാ കാന്തിക ശക്തി. അതാണ് തമ്പുരാൻ കർത്താവ് കൂടെ കൊണ്ട് നടന്നത്. എന്നിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങളിൽ ഇനിയും ചില മാറ്റങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? വരാനുണ്ട്. അവൻ കൂടെ നടക്കുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഏറിക്കൊണ്ടേയിരിക്കും. ഇമ്പാർട്ടേഷൻ ത്രൂ അസോസിയേഷൻ. കൂടെ നടക്കുന്നതിനാൽ ജീവിതത്തിൽ കുറേ സദ്ഗുണങ്ങൾ, ജീവിതത്തിൽ കുറേ എന്ത് ചെയ്തു? നേതാവിൻ്റെ കുറേ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അറിയാതെ എന്ത് ചെയ്തെന്നറിയാമോ? വന്നു. അപ്പോൾ ഒരു വലിയ സംസ്കരണം വന്നു, ഒരു മാറ്റം വന്നു. അതിന് സമയങ്ങളെടുക്കും, കാലങ്ങളെടുക്കും. അതുകൊണ്ട് ആർക്കും ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, നേതാവാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. നിന്നിലുള്ള നേതൃത്വ ഗുണം സംസ്കരിക്കപ്പെട്ട് പോളിഷ് ചെയ്യപ്പെട്ട് അത് അതിൻ്റേതായിരിക്കും ആ ഒരു ലെവലിലേക്ക് ഒരു സമ്പൂർണ്ണ ക്രമീകരണം നിന്നിൽ വന്നെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ. ഒരുപക്ഷെ പുറത്തതിനൊരു വ്യത്യാസവും വന്നിട്ടില്ല, ആണി തന്നെ ഇപ്പോഴും. പക്ഷെ ഇന്നലെ വരെ ഇല്ലാത്തൊരു ഗുണം ഇപ്പോൾ ഇതിന് കിട്ടിയെന്ന് മാത്രമല്ല, അതേ ഗുണം വേറൊന്ന് പകർന്നു കൊടുക്കാനും ഇപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്. ഇനി എനിക്കല്ല, ഇപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇത് കാന്തമായി കഴിഞ്ഞാൽ പിന്നെ ഇത് മതി വേറൊന്നിനെ കാന്തമാക്കാൻ. അതാ കർത്താവ് ചെയ്തത്. 3.5 വർഷം കൂടെ കൊണ്ട് നടന്നിട്ട് അവരെ പരിശുദ്ധാത്മശക്തിയാൽ നിറച്ചിട്ട് താൻ എന്ത് ശുശ്രൂഷ ചെയ്തോ ആ ശുശ്രൂഷ ചെയ്യാൻ ശക്തരും പ്രാപ്തരുമാക്കി അവരെ മാറ്റി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും ഇതെന്ത് ചെയ്യണം? വിശ്വസ്ത മനുഷ്യരെ വരമേൽപ്പിക്കണം. ഒത്തിരി. അപ്പം ഈ കാന്തത്തിൻ്റെ കഥ ഓർമ്മിച്ചാൽ മതി. ജീവിതത്തിൽ ഒത്തിരി മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. കഷ്ടത്തിന് ഒന്നുമില്ല. പക്ഷേ ഒരു ആന്തരിക മാറ്റം ഇതിനകത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു? സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഇന്ന് പറ്റിയേക്കുന്ന പല പ്രശ്നവും എന്നാണെന്നറിയാമോ? പല നേതാക്കന്മാർക്കും ആന്തരിക മാറ്റം വന്നിട്ടില്ല. പുറത്ത് വെള്ള ഉടുപ്പുണ്ട്, മീശ പിടിച്ചിട്ടുണ്ട്, തലമുട്ടയടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ തലമുറയിലെ നേതാക്കന്മാർ എങ്ങനെയൊക്കെ ചെയ്യുന്നോ അതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അനുകരിക്കുന്നുണ്ട്. പക്ഷെ അകം നോ ചേഞ്ച്. പക്ഷെ ഇവിടെ നടന്നത് അകത്താ മാറ്റം സംഭവിച്ചേ. അവിടെയാണ് നമ്മൾ ആ ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും കഥ പഠിക്കേണ്ടത്. തപ്പി നോക്കിയപ്പോൾ ആരെ പോലെ ഇരിക്കുന്നു? യാക്കോബിനെ തപ്പി നോക്കിയപ്പോൾ ഏശാവിനെ പോലെ രോമമുള്ള കൈയൊക്കെ ഉണ്ട്. പക്ഷെ അകത്തുനിന്ന് വരുന്നൊന്നും എന്തല്ല, ഏശാവിൻ്റെ ശബ്ദം അത് യാക്കോബിനെ പോലാ. ഒന്നും കൂടെ തപ്പി നോക്കി, കുറച്ചുകൂടെ ചേർത്ത് വെച്ചൊന്ന് മണപ്പിച്ച് നോക്കി, അതെ ഏശാവിൻ്റെ മണം തന്നെ. എല്ലാവർക്കും ഒരു മണമുണ്ട് കേട്ടോ, അത് ഓർത്തോളോ. എന്താ അതിന് തെളിവ്? അതല്ലേ ഈ പോലീസ് നായ വന്ന് മണപ്പിച്ചിട്ടല്ലേ പോണേ. എല്ലാവർക്കും ഒരു മണമുണ്ട്. കറക്റ്റ് ഈ മണം പിടിച്ചു പോയി അവനെ തന്നല്ലയോ പിടിച്ചേ. നമ്മളൊക്കെ അടുത്ത് പോകണ്ടായിരുന്നല്ലോ. എന്താ നമ്മെ കയറി പിടിക്കാഞ്ഞേ? നിനക്കൊരു മണമുണ്ട്, അത് നീ ഓർത്തോ. പുറത്ത് കാഴ്ചയില്ലാത്തവനെ കളിപ്പിക്കാൻ വേഷം കൊണ്ട് പറ്റും, പക്ഷെ അകത്ത് ദർശനമുള്ളവനെ കളിപ്പിക്കാൻ നിന്റെ വേഷം കൊണ്ട് എന്ത് ചെയ്യത്തില്ല, പറ്റില്ല. വേറെ ദിവസം ഉദാഹരണം പറയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഒരു പ്രവാചകൻ്റെ അടുക്കൽ ദൂതറിയാനായിട്ടൊരു സ്ത്രീ പോയി. വേഷം മാറിയാ പോയേ? അകത്തിരുന്ന് തന്നെ പ്രവാചകൻ, നീ ഒരു അന്യ സ്ത്രീയെ പോലെ നിൽക്കുന്നത് ഇന്നാളല്ലേ വരാൻ പറഞ്ഞു. ഓർമ്മ വരുന്നില്ല നിങ്ങൾക്ക് ആർക്കും അല്ലേ? വേറെ ഉണ്ടാകേണ്ട കഥ. നീ ഒരു അന്യ സ്ത്രീയെ പോലെ നടിക്കുന്നത് എന്ത്? നീ ഒരു അന്യ സ്ത്രീയെ പോലെ നടിക്കുന്നത്, നീ ഇന്നങ്ങളല്ലേ, വാ. വേഷം മാറി ചെന്നതാ. ഏത് പ്രവാചകൻ? അറിയാതിരിക്കാൻ വേണ്ടി, കാണാതിരിക്കാൻ വേണ്ടി, ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ചെന്നതാ. പിടിച്ചു. എലിശായുടെ അടുക്കലാ ചെല്ലുന്നേ. നീ ഒരു അന്യസ്ത്രീയെ പോലെ നീ വന്നേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നെൻ്റെ ആശയം, പുറമേ നോക്കിയാൽ ഇന്നും പലർക്ക് ഭക്തിയാ. അങ്ങനെ ഒരുത്തിനെ കണ്ടിട്ടല്ലേ ചോദിച്ച്, ഹേ സകല ദൂർത്തും വഞ്ചനയും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ എന്ന് ഒരുത്തിനെ വിളിച്ചില്ലേ പൗലോസ്? വേഷത്തിൽ ആരായിരുന്നു? ഭക്തൻ. എനിക്കറിയാം, ഈ പണ്ടൊക്കെ ഈ കാത്തിരിപ്പ് യോഗമൊക്കെ നടത്താൻ പോകും. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് നിർത്തിയേ. അവിടെയൊക്കെ ചെല്ലുമ്പം ദൂതൊക്കെ പറയാറുണ്ട്, പ്രവാചകന്മാർ വന്നിങ്ങനെ ദൂത്. അപ്പോൾ ഇതിനെന്നറിയാമോ, അയ്യോ ചിലരുടെ കയ്യടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആയുധ കൈ കൊട്ടാത്തിനും അവൻ്റെ തലയിൽ വെച്ച് കൈ വെച്ച് ദൂത് പറയാതിരിക്കാൻ വേണ്ടി, അവൻ ആത്മീയനാണ്, അവൻ വിശ്വാസിയാണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ, അവനെ നോക്കി ഞാൻ പിടിക്കും. അത് നമുക്കറിയാതെ എത്ര സ്ഥലത്ത് കറക്റ്റ് ദൂത് അവൻ്റെ മേലായിരിക്കും. ഇവൻ്റെ ഈ കയ്യടി കാണുമ്പോഴൊക്കെ നമുക്കറിയാം എന്നാ ഉടായിപ്പായി കാണിക്കാന്നറിയാം അവര്. ജീവിതത്തിൽ പുറമേ മാത്രമല്ല നമുക്കിത് വേണ്ടേ, ഒരാന്തരികമായ മാറ്റമാ സംഭവിക്കേണ്ടേ ഇവിടെ. അത് ഞാൻ പറഞ്ഞില്ല, അത് ഒരു ദിവസം കൂടെ നടക്കത്തില്ല. നോക്കിയേ, 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നതല്ലേ നമ്മുടെ യൂദ. ഞാൻ ചോദിക്കട്ടെ, കർത്താവിനേക്കാ നല്ല ലീഡർ ഉണ്ടായിരുന്നു? കർത്താവിനേക്കാൾ നല്ല പാസ്റ്റർ ഉണ്ടായിരുന്നു? അപ്പം ചിലർ നേരെയാവാത്ത ലീഡറിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല.
യൂദ അങ്ങനെ ആയിപ്പോയത് യേശുവിൻ്റെ കുഴപ്പം കൊണ്ടാണോ? ചിലപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അവനങ്ങനെ അവൻ്റെ പാർഷയുടെ ഒന്നുമല്ല. പൗലോസിൻ്റെ കൂടെ നടന്ന ദേമാസല്ലേ ലോകത്തെ സ്നേഹിച്ചു. എൻ്റെ പൗലോസിൻ്റെ കുഴപ്പമുണ്ട്. അവൻ ലാഭമായിരുന്നു മുഴുവൻ ചേർന്നെണ്ണി ഇറങ്ങി പുറപ്പെട്ടു. അവൻ്റെ കൂടെ നടന്നവനായി ഇവൻ. അപ്പം ലീഡറുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, നിന്റെ കയ്യിലിരിപ്പുണ്ട. എന്താ അവിടെ സംഭവിച്ചത്? യഥാർത്ഥമായിരിക്കുന്ന ഒരു രൂപാന്തരം, ഒരു മാറ്റം ആരിൽ വന്നില്ല? നേതാവിൽ വന്നില്ല, അല്ലെങ്കിൽ ഈ അനുയായി വന്നില്ല. അവൻ്റെ നോട്ടം ഇപ്പോഴും എന്തുമായിരുന്നു? പണസഞ്ചിയിലേക്കായിരുന്നു. അവിടാണ് ഈ നിയമത്തിൻ്റെ വളരെ പ്രസക്തിയുള്ളത്. അപ്പം ഈ ഒരു അനുഭവം പ്രാപിക്കാത്ത ഒരു യഥാർത്ഥ രൂപാന്തരം, സംസ്കരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. രൂപാന്തരം പ്രാപിക്കാത്ത ഒരാളെ എന്ത് ചെയ്യരുത്? ഒരിക്കലും ലീഡർഷിപ്പിലേക്ക് എടുക്കരുത്. ഒരു 18-20 വർഷമൊക്കെ കഴിയണം ഒരാളുടെ തനി നിറം എന്ത് ചെയ്യണമെങ്കിൽ, പുറത്ത് വരണമെങ്കിൽ. അത്രയൊക്കെ എടുക്കും. ചില മരങ്ങളൊക്കെ കായ്ക്കണമെങ്കിൽ അത്രയേ എടുക്കും. നീലക്കുറിഞ്ഞി പൂക്കുന്നത് വല്ലൊരു കാലത്തുവാന്നല്ലേ പറയണേ. അതുപോലെ തന്നെ മുളയും എല്ലാ വർഷവും പൂക്കത്തില്ല. ചിലതിൻ്റെയൊക്കെ ഫലം അറിയണമെങ്കിൽ കുറച്ച് കാത്തു നിൽക്കണം. ശരിക്കൊരു രൂപാന്തരം വന്നോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഒരുവൻ്റെ തനിനിറം എന്ത് ചെയ്യുന്നത്? പുറത്തു വരുന്നത്. സാധാരണ ഇംഗ്ലീഷിൽ പറയും വെൻ ദ റബ്ബർ മീറ്റ്സ് ദ റോഡ്. ടയറിൻ്റെ ഗുണം അറിയണമെങ്കിൽ റോഡിലോട്ടൊന്ന് വണ്ടി ഇറക്ക്, അപ്പം അറിയാം. ഞാൻ ലീഡർഷിപ്പ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്. മോശയുടെ കയ്യിൽ എത്രയോ വർഷം ഇരുന്നൊരു വടിയായിരുന്നു അതല്ലേ? അല്ലേ? ഏതല്ല വടിയാവും? മിസ്രൈമിൽ നിന്നും അല്ല, ഇവിടുന്ന് കൊണ്ടുപോയതല്ല. എവിടുന്ന് കൊണ്ടുപോയതല്ല? ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോയതല്ല. അത് ആടിനെ മേയ്ക്കാൻ പോയപ്പം കിട്ടിയ അല്ലെങ്കിൽ എടുത്ത ഒരു വടിയാണ്. എത്ര വർഷം അവൻ മേയിച്ചു എന്ന് പറയണേ? 40 വർഷം മേയിച്ചു. ഈ 40 വർഷം ഈ വടി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. വർഷം തോറും വടി മാറുന്ന ടൈപ്പ് അല്ല ഇടയന്മാർ. അതൊരു ആ ജീവനാന്തം മുഴുവൻ ഒരു ഇടയൻ ഒരു വടിയായിരിക്കും. എത്രയോ പ്രാവശ്യം ഈ വടി മോശയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കാണും ഇല്ലേ? എത്രയോ പ്രാവശ്യം വീണുണ്ടാവും ഇല്ലേ? മൊബൈൽ ഫോൺ ഒരിക്കപ്പോഴും കയ്യിൽ നിന്ന് വീഴാത്ത ആരെങ്കിലും ഉണ്ടോ? എത്ര സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടും ഇതറിയാതെ ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയിട്ടുണ്ട്. അന്നൊന്നും ഈ വടിയിൽ നിന്ന് പാമ്പ് പുറത്ത് ചാടിയില്ലല്ലോ. ചാടിയോ? എപ്പോഴാണ് പുറത്ത് ചാടിയേ? അതിനെ ഇട്ടപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അതിനെ താഴെ ഇട്ടപ്പോഴാണ്. പലരുടെയും പാമ്പ് പുറത്ത് ചാടണമെങ്കിൽ മനഃപൂർവ്വം ഒന്ന് താഴെ ഇട്ട് നോക്ക്. ദൂത് മനസ്സിലായ എല്ലാവർക്കും? അവൻ ഉപമകളാൽ അവരോട് സംസാരിച്ചു. അറിയാതെ വീണ അവർക്കും അറിയാം. മനഃപൂർവ്വം ഒന്ന് ഇട്, നീ ആയുസിൽ കണ്ടിട്ടില്ലാത്ത രൂപ അതിൽ നിന്ന് പുറത്ത് ചാടും. ദൂത ഇവള് തന്നെ ആയിരുന്നോ എൻ്റെ ഭാര്യ എന്ന് തോന്നും. ആയുസ് കണ്ടിട്ടില്ലാത്ത രൂപ ഇപ്പൊ അതിൽ നിന്ന് പുറത്തു വന്നേ. എന്താ പറഞ്ഞു? പേടിക്കൊന്നും വേണ്ട, അതിനെയും കൈകാര്യം ചെയ്യാനൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാ പറഞ്ഞു കൊടുത്തു എങ്ങനെ അതിനെയും കൈകാര്യം ചെയ്യേണ്ടതെന്ന്. തിരിച്ചത് നോർമൽ രൂപത്തിലായില്ലേ? അല്ലേ? വീണ്ടും അത് നോർമൽ രൂപത്തിലായി. ഏത് ഭദ്രകാളിയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നോർമലാക്കാം. കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ രക്തം കുടിച്ചിട്ട് അത് മാറുമോ? മനസ്സിലായില്ലാർക്കും?
നോവിപ്പിക്കാതിരുന്ന ഉഗ്രരൂപമൊന്നും ആരുടെയും എന്ത് ചെയ്യത്തില്ല, പുറത്തു വരില്ല. നോവിപ്പിച്ചാൽ, താഴെ ഇട്ടാൽ, നീ ആയുധി കണ്ടിട്ടില്ലാത്ത രൂപം എന്ത് ചെയ്യും, പുറത്തു വരും. എത്രയോ പേരുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പം വിശ്വാസിയായിരിക്കും, നിൻ്റെ കൂടെ മരിക്കാമെന്ന് പറഞ്ഞിറങ്ങി വന്നവരായിരിക്കും. അരക്ക വിട്ടാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞല്ലോ ആര്? പത്രോസ്. ഇപ്പം എന്തോ പുള്ളി പറയുന്നേ? ഞാൻ പറയുന്നത് ആണയും പ്രാവ് 4 തെറിയും കൂടെ പറഞ്ഞേച്ചാ. അവിടെയും ലീഡർ എന്ത് ചെയ്യണം? ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വളരെ പരിജ്ഞാനത്തോടെ, വളരെ സൂക്ഷ്മതയോടെ. അതാണ്ട് നീയും കൂടെ പാമ്പാവരുത്. കാളിയും കൂടെ കൂടിയാൽ പിന്നെ ഭദ്രകാളിയാവും, പിന്നെ ഭയങ്കര ബുദ്ധിയാണ്. രണ്ടുപേരും കൂടെ ഇത് കളിക്കാൻ നിൽക്കരുത്. അവിടെ എന്ത് ചെയ്യുക? വളരെ സൂക്ഷ്മതയോടെ നീ കൈകാര്യം ചെയ്താൽ അതിനെയും പഴയ രൂപത്തിൽ തന്നെ ആക്കും. ഇനി നീ താഴെ ഇടാതിരുന്നേച്ചാൽ മതി. മോശ പഠിച്ചു. എന്താ ഇപ്പം പലരുടെയും പരാജയത്തിൻ്റെ കാരണം എന്നാ? വേണ്ട രീതിയിലുള്ള സംസ്കരണം അല്ലെങ്കിൽ രൂപാന്തരം ആ വ്യക്തിയിൽ സംഭവിച്ചിട്ടില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ എല്ലാരിലും ഇതുപോലൊരു പാമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഒളിഞ്ഞ് കിടപ്പുണ്ട്. അവരെ കൊള്ളുന്ന ഒരു വിഷയം വരുമ്പോൾ, അവർക്ക് വേദന ഉളവാക്കുന്നൊരു വിഷയം വരുമ്പം ആ പാമ്പ് എന്ത് ചെയ്യും? പുറത്തു വരും. എത്ര ഉണങ്ങിയ വടിയായാലും. ശുശ്രൂഷയിൽ 40 കൊല്ലം നടന്നതാ മോശ. മോശയുടെ കൂടെ ഇരുന്നതാ. പക്ഷെ അവസരം വന്നപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയായത്. ഒന്ന്, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. 2, അഥവാ മുറിവേറ്റാൽ നമ്മൾ തന്നെ അതെന്ത് ചെയ്യുക? വളരെ ടാക്ട്ഫുള്ളായിട്ട്, വളരെ ബുദ്ധിയോടെ, കരുതലോടെ അതെന്ത് ചെയ്യുക? കൈകാര്യം ചെയ്ത് പഴയ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുക? ആക്കിയെടുക്കുക. സംസ്കരണം എന്ന നിയമം അതാണ്. ഇനി നമുക്ക് വേറെ ദിവസം ചില ആളുകളെ നമുക്ക് നോക്കാം. 1, 2 പേരെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 1 യോശുവയായിരുന്നു. 1 യോശുവ. 40 വർഷമെടുത്തു യോശുവയുടെ നേതൃത്വത്തെ ജനം എന്ത് ചെയ്യാനായിട്ട്? അംഗീകരിക്കാനായിട്ട്. 40 വർഷം ആരുടെ കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ, മോശയെക്കുറിച്ച് വേറെ ദിവസം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ഭൂലോക സൗമ്യൻ. വായി വിരലിട്ടാൽ പോലും കടിക്കാത്ത ഒരു മനുഷ്യൻ. ഈ യോശുവയെ കൂടെ കൊണ്ട് നടന്ന് ഒരച്ച് അവനെ എങ്ങനെ ആക്കി മാറ്റി? സൗമ്യനാക്കി മാറ്റി. എത്ര വർഷം? 40 വർഷം സൗമ്യത വേണം. നിനക്ക് അടുത്തൊരു നേതാവിനെ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് നടക്കത്തില്ല. നിന്റെ സമയം മുഴുവൻ അതിനകത്ത് എന്ത് ചെയ്തേ പറ്റൂ? ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. കർത്താവ് മോശയെ സൗമ്യതയുള്ളവനാക്കാൻ ഉപയോഗിച്ച ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ എൻ്റെ കൂടെ ആ കൽപ്പനകൾ വാങ്ങിക്കാൻ പോകുന്ന പർവ്വതത്തിലോട്ടൊന്നു വാ. 40 ദിവസം കർത്താവിനോട് കൂടി ഇരുന്നു അല്ലേ? എല്ലാം കഴിഞ്ഞു. കൽപ്പനകൾ 2ഉമായിട്ട് മോശ അവിടെ നിന്ന് ഇറങ്ങി വരിക. മുഖമൊക്കെ ഇങ്ങനെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. വരുന്ന വഴിക്ക് കേൾക്കുന്നത് എന്തുവാ? ജനം കാളക്കുട്ടിയുടെ മുമ്പിൽ കിടന്ന് ആർക്കുന്ന ശബ്ദമാണ്. മോശയ്ക്ക് സഹിച്ചില്ല. എന്തോ ചെയ്തു? കൽപ്പലക എറിഞ്ഞങ്ങ് പൊട്ടിച്ചു.
തമ്പുരാൻ ഒന്നും വേണ്ടിയില്ല. രാത്രി തമ്പുരാൻ മോശയോട് പറഞ്ഞു, മോശേ ഒരു കാര്യം ചെയ്യേ, നീ കൽപ്പലക ചെത്തി എടുത്തുകൊണ്ട് പോവാ, ഞാൻ അതിനകത്ത് എഴുതി തരാം. നിനക്ക് മുതൽ മുടക്ക് കിട്ടുണ്ടല്ലോ, നീ ചേർത്തെറിഞ്ഞേ. ഇനി നീ എന്ത് ചെയ്യേ? ഒരു കൽപ്പലക ചെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ ഇന്ന് നമുക്ക് ടെക്നോളജി ഉണ്ട്. പാറയെ പോലെ ഇങ്ങനെ അറുത്ത് പലകയാക്കി എടുക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ നമുക്കുണ്ട്. ഈ മാർബിൾ എന്നൊക്കെ പറയുന്നത് അതല്ലേ, അല്ലേ? ഈ കടപ്പക്കല്ലെന്നൊക്കെ പറയുന്നത് അങ്ങനത്തെയാ. കരിങ്കൽ പാളികളെ എന്ത് ചെയ്യുന്നു? മരം മുറിക്കുന്ന പോലെ മുറിച്ചെടുക്കും അവർ. കണ്ടുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, കുരേശ്വര ഉണ്ടായിരുന്നു, ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. വലിയ വാറക്കേഷുകൾ അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ മരം മുറിക്കുന്നത് കണ്ടുണ്ടോ? മില്ലുകളിൽ ഇതുപോലെ മുറിച്ച് പാളിയാക്കി തരും. 1/2 ഇഞ്ച് കനം, 3/4 ഇഞ്ച് കനത്തിന്. ഇതൊന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. പണ്ടത്തെ കാലത്ത് ഒരു സ്ലേറ്റ് പെൻസിൽ വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഒരു സ്ലേറ്റ് പെൻസിൽ വാങ്ങിക്കാൻ പൈസ ഇല്ല. അന്ന് 1 പൈസ കൊടുത്താൽ 10 എണ്ണം കിട്ടും. അതുപോലെ വാങ്ങിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്തോ ചെയ്തതെന്ന് അറിയോ? പൊട്ടിയ സ്ലേറ്റുകൾ ഉരച്ചൊരച്ച് എന്ത് ചെയ്യും? പെൻസിലിൻ്റെ വലുപ്പത്തിലാക്കി എടുക്കും ഞങ്ങൾ. പൊട്ടിയ സ്ലേറ്റുകളുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യും? ഉരച്ചെടുത്ത് പെൻസിലിൻ്റെ വലുപ്പത്തിലാക്കി എടുക്കും. അതുകൊണ്ട് എഴുതാൻ പറ്റും. എത്ര സമയം എടുക്കണമെന്ന് അറിയാമോ? അത് അങ്ങനെ ഉരച്ച് വരുമ്പോഴേക്കും ഇത് മുഴുവൻ പൊട്ടി, ഇത് നടുപൊട്ടി പോവുക. മോശയോട് പറഞ്ഞു, മോശേ നീ കൽപ്പലക ചെത്തിക്കൊണ്ടുപോവാ. കനം കൂട്ടി ചെത്താൻ പറ്റും, കാരണം ഇവന് ചുമ്മണ്ടേ, ഇവന് എടുത്തോണ്ട് പോകണ്ടേ. ഇന്നത്തെ പോലെ യൂണിയൻകാരൊന്നും ഇല്ലല്ലോ കൽപ്പലക പൊക്കിക്കൊണ്ട് നടക്കാനായിട്ട്. ഇവന് തന്നെ എടുക്കണേ. എത്ര ദിവസം എടുത്തെന്നറിയത്തില്ല. ഇനി ആഴ്ച കോപം വന്നാൽ ഇവൻ എന്ത് ചെയ്യില്ല? എറിയില്ല. തമ്പുരാൻ അറിയാൻ നിന്നെയൊക്കെ ചിലത് പഠിപ്പിക്കാൻ. വളരെ എത്ര കൂളായിട്ടാണ് പറഞ്ഞത്, മോശം നീ എന്ത് ചെയ്തോ? കൽപ്പലക ചെത്തിക്കൊണ്ട് പോലെ ഞാൻ അതിനകത്ത് എന്ത് ചെയ്തേക്കാം? എഴുതി തന്നേക്കാം. ചെത്തി. ക്ഷമ ചൊവ്വേ പഠിച്ചു. ഭർത്താവിൻ്റെ മുമ്പിൽ നീ ക്ഷമ പഠിച്ചില്ലെങ്കിൽ മരുമോൻ വരുമ്പോൾ നീ ക്ഷമ പഠിച്ചോളും. അമ്മായിമ്മ നിന്നെ ക്ഷമ പഠിപ്പിച്ചില്ലെങ്കിൽ മരുമോൾ വരുമ്പോൾ നിന്നെ എന്ത് ചെയ്യും? ക്ഷമ പഠിപ്പിക്കും. ഒരു സംശയമില്ല. കളഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. ഭർത്താവായിട്ട് ചാടിക്കായിരുന്നു, അയാൾക്ക് കളയാൻ നിർത്തിയില്ലല്ലോ. തമ്പുരാൻ നീ വെയിറ്റ് ചെയ്യുക, നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ഒരുത്തിയെ കണ്ടിട്ടുണ്ട്. നീ ശരിയായില്ലല്ലോ, നിന്നെ ഒരു 20 വർഷം കഴിയട്ടെ, നിന്നെ പഠിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്തേക്കാം? ഒരു മരുമോളെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു മരുമോനെ കൊണ്ടുവരാം. ഇരുന്ന് ചെത്ത്. 20 എത്ര എനിക്കറിയില്ല എത്ര ആളെടുത്തു. സ്വർഗാവിനെ കുറിച്ച് സാക്ഷി അവസാനം കൊടുത്തു, എന്തോ കൊടുത്തു. അല്ലെങ്കിൽ അതിന് പറ്റിയ സ്റ്റാഫിനെ തരും, അല്ലെങ്കിൽ അതിന് പറ്റിയ വിശ്വാസിയെ തരും, അല്ല ആരെങ്കിലും നൽകുന്നതന്നെ. നിന്നെ പഠിപ്പിക്കാൻ പറ്റിയ വിധത്തിൽ ദൈവം ആരെങ്കിലും ഒരാളെ എന്ത് ചെയ്യും? നിന്റെ വീട്ടിൽ കൊണ്ടുവരും. ഒരു സംശയമില്ല കേട്ടോ, സഭയിലും കൊണ്ടുവരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നെ കൊണ്ട് ആക്കും. വറചട്ടിയിലെ ചൂട് കൂടുതലാന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടിയത് ഇപ്പം എങ്ങടാ തീയിലോട്ടാണ് എടുത്ത് ചാടിയേക്കുന്നത്. അവിടെ കിടക്കും കുറച്ച് നാൾ. എന്നിട്ട് എന്തുവാ? വേദോസ്ത ഭാഷയെ പറഞ്ഞാൽ എല്ലാം തികഞ്ഞു വരുവോളം മതി കർത്താവേ, ഞാൻ ഒന്നിനും പോവില്ല എന്ന് നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ സകല അനുസരണക്കേടിനും പ്രതികാരം ചെയ്യേണ്ടതിന് അവൻ കാത്തിരിക്കുന്നൊരു വാക്യമുണ്ട് വേദോസ്തത്തിൽ. നിങ്ങളൊരു നല്ല കുട്ടിയാവില്ലേ ഒരു ദിവസം? എല്ലാവരും ഒരു ദിവസം നല്ല കുട്ടിയാവും. അന്ന്
ഇതിനൊക്കെ ആരുടെ കൂടെ ഇപ്പം യോശുവ നടക്കുന്നേ? ഭൂലോക സൗമ്യന്റെ കൂടെ. ഇപ്പം സൗമ്യനൊന്നും അല്ലായിരുന്നു കേട്ടോ. സ്വന്തം സഹോദരനെ എടുത്ത് അടിക്കുന്ന കണ്ടപ്പം ഒറ്റ അടിക്ക് എന്ത് ചെയ്തതാ? അവനെ കൊന്നതാ. ഇവനായിപ്പോൾ വരുന്നത് എന്ത് ചെയ്യുന്നേ? ഉരച്ച് എന്ത് എറിഞ്ഞ് കളയാൻ പറ്റും. എറിഞ്ഞ് കളഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് തറ ചെയ്യണ്ടേ? അപ്പോൾ ഇന്നത് ഉരച്ചുകൊണ്ടിരിക്കുക. ഉരച്ച് ഇവനെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ആക്കി. തമ്പുരാന് എനിക്ക് തോന്നുന്നത് വേറെ വാക്കുണ്ട്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. നമ്മുടെയൊക്കെ ചില നല്ല ഇതൊക്കെ കാണുമ്പോഴേ തമ്പുരാൻ നല്ല ചിരിയാ. കാര്യം എന്നാ? ആഹാ, എൻ്റെ കൽപ്പനയൊക്കെ പൊട്ടിക്കാൻ നിനക്ക് പിന്നെ ഒരു കാണാം. അതും ഇവിടെ ഇയാൾക്ക് കിട്ടിയില്ല. ആർക്ക്? മോശം കിട്ടിയില്ല. അല്ലേ പുള്ളി പറഞ്ഞേ മോശം പൊട്ടിച്ച കൽപ്പനയാന്നും പറഞ്ഞ്. ആരാന്നും ആർക്കും മനസ്സിലായില്ലല്ലേ? അതെ, മോശയുടെ വടിയാ പുള്ളിക്ക് കിട്ടിയുള്ളൂ. മോശം എറിഞ്ഞു പറഞ്ഞ കൽപ്പനകേടതുണ്ടാന്നും പറഞ്ഞ് പുള്ളി കൊണ്ടുവരാത്തത് ഭാഗ്യം. പറഞ്ഞതിൻ്റെ എല്ലാ അർത്ഥം ഒന്നേ ഉള്ളൂ, സംസ്കരണ നിയമം. 40 വർഷം മോശയുടെ കൈക്ക് വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതിന് വേറെ അർത്ഥം, അതിനൊരു കാര്യം കൂടെ മനസ്സിലായി. ഇത് കൈകൊണ്ടാണ് ഉരയ്ക്കുന്നേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെ കൊണ്ട് വെള്ളം ഒഴിക്കുന്നേ ചോദിച്ചു നോക്കണം. അപ്പോൾ ചോദിക്കും, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്കിതിന്? ഇത് ഉറച്ചെടുക്കുമ്പോൾ ആരും കൂടെ നിൽപ്പുണ്ട്? യോജി കൂടെ നിൽപ്പുണ്ട്. കൂടെ നടന്ന് 40 വർഷം നടന്ന് സൗമ്യനായ യോശുവ മാറി. നീ ആരുടെ കൂടെ നടക്കുന്നോ നീ ആ സ്വഭാവത്തിലേക്ക് എത്തിക്കും തമ്പുരാൻ, ഒരു സംശയമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, 40 വർഷം കഴിയുമ്പോൾ നിങ്ങളെല്ലാം എന്നെ പോലെ തന്നെ ആവും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചിലരൊക്കെ, അല്ലേ? 1 വർഷമേ ആയുള്ളൂ, അല്ലേ? ആ, ഇനി 39 വർഷം കൂടെ ഉണ്ട്, സമയമെടുക്കും. ഞാൻ പറഞ്ഞു തന്നെ രാശ മറ്റൊരു കാര്യം ഇങ്ങനെ സംസ്കരണ നിയമം. യോശുവ ഈ ദൈവം തിരഞ്ഞെടുക്കാൻ ഇനി ഇസ്രായേലിൽ വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണോ? അല്ലല്ല. മോശ കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റാവുന്ന ഇനി ആരേ ഉള്ളൂ? യോശുവയേ ഉള്ളൂ. എല്ലാം കൊണ്ടും കലമുണ്ടായിരുന്നല്ലോ അപ്പുറത്ത്. ദൈവനെ തിരഞ്ഞെടുത്തു. അടുത്തൊരാളെ ഞാൻ പറയാം, ദാവീദ്. വേറെ ദിവസം ദാവീദിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. സങ്കീർത്തനം കണ്ട വാക്യമുണ്ട്, അവനവനെ പരീക്ഷിച്ച് തീരുവോളം അവൻ്റെ കൈകാലുകളെ ചെങ്ങലയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന ഒരു വാക്യമുണ്ട്. ദൈവം ദാവീദിനെ പരീക്ഷിച്ചു തീരുവോളം അവൻ്റെ കൈകാലുകൾ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെടേണ്ടതിന് ദൈവം അവനെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു എന്നൊരു വാക്യമുണ്ട്. അതിനാ എനിക്ക് തോന്നുന്നേ ദാവീദിന് എവിടെയോ ഒരു തലക്കനമുണ്ടായോ എന്നൊരു സംശയം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. ജോസഫാണ് 105:13, 18, 19. ദാറ്റ്സ് റൈറ്റ്. യാ, അതെ. 105:18, 19. അതെ. എന്തുകൊണ്ട് ജോസഫിനെ അത് ഈ കൊച്ചുനാളൊക്കെ ചില ദർശനവും സ്വപ്നവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനൊരു ചെറിയ ഒരു തലക്കനം. കാരണം അപ്പനൊരു അങ്കി കൊടുത്തേക്കുന്നു, അപ്പനെ സഹോദരന്മാരെക്കാൾ ഇഷ്ടം എന്നെയാ എന്നൊക്കെ ഒരു ചെറിയ, എന്നറിയാമോ, ഒരു ചെറിയൊരു തലക്കനം. ദൈവം അവനെ പരീക്ഷിച്ച് തീരുവോളം ജോസഫിനെ. നമ്മുടെ ഒരു കാര്യം ഓർത്തോളാം, എന്തിനാ അത്? എന്നിട്ടേ അവനെ ആ സ്ഥാനത്തേക്ക് എന്ത് ചെയ്തുള്ളൂ? ഉയർത്തിയുള്ളൂ. ഇനി എത്ര സ്ഥാനം കിട്ടിയാലും ഇവൻ എന്ത് ചെയ്യത്തില്ല? നിഗളിക്കത്തില്ല. അപ്പൊ ഈ നിയമത്തിന് വളരെ, അതായത് ഒരു ജീവിതത്തിൽ പക്വത വരാനായിട്ട് അത് ഓരോ ദിവസവും
നമ്മുടെ ജീവിതത്തിൽ ഈ പക്വത വന്നുകൊണ്ടേയിരിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞ വി ആർ ഗ്രോയിങ് ഇൻ ടു ലീഡർഷിപ്പ് ആൻഡ് ഗ്രോയിങ് ഇൻ ലീഡർഷിപ്പ്. നാം നേതൃത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു, നേതൃത്വത്തിലും വളർന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു 10 വർഷം മുമ്പ് ഞാൻ എടുത്ത തീരുമാനങ്ങളല്ല ആയിരിക്കത്തില്ല ഇന്ന് അതേ വിഷയം എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ എടുക്കാൻ പോന്നേ. ഒരിക്കലും അല്ല, എനിക്ക് തന്നെ പറയാൻ പറ്റും. കാരണം ഞാൻ ഒത്തിരി എന്ത് ചെയ്തു, വളർന്നു, മാറി, പഠിച്ചു. അപ്പോൾ ഐ ആം ഗ്രോയിങ് ഇൻ ലീഡർഷിപ്പ് ആൻഡ് ആൾസോ ഐ ആം ഗ്രോയിങ് ഇൻ ടു ലീഡർഷിപ്പ്. ഞാൻ നേതൃത്വത്തിലേക്ക് വളർന്നുകൊണ്ടും ഇരിക്കുക, നേതൃത്വത്തിൽ വളർന്നുകൊണ്ടും ഇരിക്കുക. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ നഷ്ടപ്പെടുക ഒരു കൊട്ട, പറിച്ചപ്പെടുക ഒരു കൊട്ട എന്ന് പറഞ്ഞ പോലത്തെയാ പലരും. ഒരു വ്യത്യാസം അവരുടെ ജീവിതത്തിൽ വരുന്നില്ല. വളരെ സൂക്ഷിക്കണം അങ്ങനെയുള്ളവരെ. അപ്പം ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ലീഡർഷിപ്പിൽ, എൻ്റെ നേതൃത്വത്തിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അനുഭവങ്ങളിൽ നിന്ന്, ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് ഞാൻ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ സാംശീകരിച്ച് ഏറ്റെടുത്ത് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുക. ജോസഫിന് ദൈവം ദർശനം നൽകി കൊടുക്കുന്നത് വളരെ താൻ ഒരു ബാലനായിരിക്കുന്ന കാലത്താണ്. പക്ഷേ ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ എത്താനായിട്ട് അനേക വർഷങ്ങൾ എന്ത് ചെയ്യുന്നു, വേണ്ടി വന്നു. ആ വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ ജോസഫിൻ്റെ ജീവിതത്തിനൊരു സമൂല പരിവർത്തനം ഉണ്ടായി. സമൂല പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പരിവർത്തനം സംഭവിച്ചു. എങ്ങനെയാണ് ഇന്നലെ വരെ അവൻ കൈകാര്യം ചെയ്ത ഇതുപോലെ അല്ല ഇപ്പോൾ ജോസഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവൻ്റെ നേതൃത്വ ഗുണം അത്രയും വ്യത്യാസപ്പെട്ടു. സ്വന്തം സഹോദരർ വരെ അവൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവരെ എത്ര കൂളായിട്ട് അവൻ എന്ത് ചെയ്തത്, സ്വീകരിച്ചത്. കാരണം ഇരുമ്പ് ചങ്ങലകളാൽ അവനെ പരിശോധിച്ച്, എൻ്റെ ഭാഷ പറഞ്ഞ അവൻ്റെ സ്വഭാവത്തിന് ഒരു സംസ്കരണം വന്നു, ഒരു മാറ്റം വന്നു. പോളിഷ്ഡ് ആൻഡ് പോളിഷ്ഡ് ആൻഡ് പോളിഷ്ഡ്. ബുദ്ധിമുട്ടാണ്, നമുക്കത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കിത്ര കൃപയുണ്ടായിട്ട് ആരും അംഗീകരിക്കാൻ, അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനം വിട്ട് പോവുക, എന്നെ അംഗീകരിക്കുന്നവരാരുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഒക്കെ സന്തോഷം. 10 കൊല്ലം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായി പലരും നിന്നെ അംഗീകരിക്കുകയല്ലായിരുന്നു, നിന്നെ മുതലെടുക്കുകയായിരുന്നു. പലരും നിന്നെ അംഗീകരിക്കുകയല്ല ചെയ്ത്, നിന്നെ എന്ത് ചെയ്യാം, നിന്നിലുള്ള ചിലത് അവർക്ക് അത് മുതലെടുക്കാം എന്നുള്ള രീതിയിൽ നിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു, നിന്നെ ചൂഷണം ചെയ്യായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കി വന്നപ്പോഴത്തേന് 10 കൊല്ലം ഇവിടുത്തെ അങ്ങ് പോയി. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷ പറഞ്ഞാൽ കാലം നോക്കിയാൽ ഇവിടെ ഉപദേഷ്ടാവായിരിക്കേണ്ട സമയം കഴിഞ്ഞു, നീ ചാടി നടന്നുകൊണ്ട് ഇപ്പം വീണ്ടും നഴ്സറിയിൽ തന്നെ വന്നിവിടെ ചേർക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നത് എന്നോട് ചോദിച്ചു, പക്ഷേ ഞാനിവിടെ ആദ്യ ബാച്ചിലെ ഒരു സ്റ്റുഡൻറ്റാണ്, എന്നിട്ട് ഞാൻ തിരിച്ച് സാറിനോട് ഇവിടെ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ജൂനിയർ മോസ്റ്റ് ആയിരിക്കും. അല്ല, എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം സെൻട്രൽ പാസ്റ്റർമാരായല്ലോ, അവരിവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒപ്പം പട്ടിണി കിടക്കാനും ഞങ്ങളുടെ ഒപ്പം കഷ്ടപ്പെടാനും അവരിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ദൈവാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നപ്പോൾ അവർക്കാണ് എന്ത് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ചില രാഷ്ട്രീയ പാർട്ടികളോട് തീരെ പിടിക്കാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇന്നലെ വന്നവനെ അവൻ ഇലക്ഷന് മത്സരിക്കാൻ വേണമെങ്കിൽ അനുവദിക്കും. ഇവിടെ ഇതിനകത്ത് നിന്ന് കഷ്ടപ്പെട്ടവനും കൊടിയൊട്ടിച്ചവനും
പാശ കഴിവനും തല്ലുകൊണ്ടവനൊക്കെ ഇന്നും തല്ലുകൊണ്ട് അവിടെ നടന്നോ. അവൻ ഇന്നലെ ആ പാടിത്തിട്ട് ഇങ്ങോട്ട് ചാടി വന്നപ്പോഴത്തേനും അവിടെ അവന് വലിയ സീറ്റും കൊടുത്തു. സഹിക്കില്ല ഇവിടെ നിൽക്കുന്നവനെ, സഹിക്കില്ല. അത് നേതൃത്വം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ. ജോസഫിനെ എത്ര വർഷം കൊണ്ടാ ദൈവം എന്ത് ചെയ്തതെന്നറിയാമോ? അതിന് കാരണമുണ്ട്. കാരണം എന്നാ? ഇവനൊരല്പം തലക്കനം കൂടുതലായിരുന്നു, ഇവനൊരല്പം ഒരു സൂക്കേടുണ്ടായിരുന്നു. ചേട്ടന്മാരുടെ കുറ്റമൊക്കെ ചെന്ന് അപ്പനോട് പറഞ്ഞത് അങ്ങനെ തന്നെ വേറെ ദിവസം പറയുന്നത്. അവർ ചെന്ന് വിശ്രുതിയൊക്കെ അപ്പനോട് ചെന്ന് പറഞ്ഞ് അപ്പൻ്റെ സിമ്പതി വാങ്ങിച്ച് ഇവനെ ഈ രാജസ്ഥാനിൽ തിരുത്തിയാൽ ഇവൻ ഈ സ്വഭാവം തുടരും. അപ്പം അതൊന്ന് ചെത്തിമിനുക്കി എടുക്കാൻ തമ്പുരാൻ ഉപയോഗിച്ചൊരായുധം ഏതാണെന്നറിയാമോ? ഇരുമ്പ് ചെങ്ങലകൾ. ചേട്ടന്മാരെ കുറിച്ച് ഇവൻ ഉള്ളതേ പറഞ്ഞുള്ളൂ, പക്ഷെ ഇവന് കേൾക്കേണ്ടി വന്നത് എന്തുവാ? ഇല്ലാത്തതും. ശരിയല്ലയോ? ചേട്ടന്മാരെ കുറിച്ച് ഇവൻ പറഞ്ഞത് എന്തുവാ? സത്യമൊക്കെയായിരുന്നു, പക്ഷെ ഇവന് കേൾക്കേണ്ടി വന്നത് ചെയ്യാത്ത കാര്യം. ആ ഒറ്റ ഒരെണ്ണം പറഞ്ഞ് പോലെ ഉടുക്കാനും പുറയ്ക്കാനും എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് തേച്ചാ പോകുന്ന ഒന്നാണോ? എനിക്ക് എപ്പോഴും ദൈവത്തോട് സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട്, തമ്പുരാൻ അവിടെ മൗനം ബാധിച്ചു എന്നുള്ളതാണ്. ജോസഫിൻ്റെ നിഷ്കളങ്കത്വം ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിന് ശേഷം തെളിയിക്കപ്പെട്ടിട്ടില്ല. സ്വർഗം മൗനമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തില് ജോസഫിന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ, അവൻ്റെ ചില സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ ദൈവം എങ്ങനെ ഒരു പോത്തിഫറിന്റെ ഭാര്യയെ ദൈവം ഉപയോഗിച്ചു. അത്തിരി കൂടുതലാണ്. ഞാനിവിടെ നിന്നൊരു കാര്യം പറയാം. ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ദുഷ്കര പ്രവൃത്തികളും വ്യക്തികളും നിന്റെ സ്വഭാവ സംസ്കരണത്തിന് വേണ്ടിയാണ്. എന്തോ ചിലതൊക്കെ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാ വ്യക്തികളും. നിനക്കിഷ്ടമില്ലാത്ത ചിലരെയൊക്കെ ദൈവം സഭയെ പറഞ്ഞു വിടും. നിനക്കിഷ്ടമില്ലാത്ത ചിലരെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നിനക്ക് സഹിക്കേണ്ടി വരും. നീ ആയുസ്സിൽ പ്രതിക്കാത്ത ചില ആളുകളൊക്കെ നിനക്ക് ഏറ്റവും നീ വെറുക്കുന്ന ചില ആളുകൾ, ആ സ്വഭാവമുള്ളവരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? നിന്റെ ഗ്രൂപ്പിലുണ്ടായിരിക്കും. ദൈവം അവരെ മനഃപൂർവ്വം ഇട്ടിരിക്കുക. എന്തിനാ? നിന്നെ ഒന്ന് പണിയാൻ വേണ്ടി, നിന്റെ സ്വഭാവത്തിനൊരു രൂപാന്തരം വരുത്താൻ വേണ്ടി. ബുദ്ധിമുട്ടാ ചിലരെയൊക്കെ അംഗീകരിക്കാനായിട്ട്. നമ്മളങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ പറിച്ച് സഭയിൽ നിന്ന് കളയാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ സഭ കാണത്തില്ല. യോശുവ പറഞ്ഞ പോലെ നിനക്ക് പറയേണ്ടി വരും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സേവിക്കാത്തല്ലേ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? എല്ലാം പോയി. കുന്നംകുളത്തുകാർ പറയും സാധാരണ പാറ്റാക്കാട്ടം പറക്കി കളഞ്ഞാൽ പിന്നെ കൂട്ടാൻ കാണത്തില്ലെന്ന്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നിന്റെ സഭയിലെല്ലാം തമ്പുരാൻ വെച്ചേക്കുന്നതാ. നിനക്ക് കുറേ മാറ്റം വരുത്താൻ, കുറച്ച് സഹനശക്തി ഉണ്ടാവാൻ, ദൈവ സ്വഭാവം കാണിക്കാൻ ദൈവം വച്ചിരിക്കുന്നതാണ്. മൂന്നാമത്തെ നിയമത്തിൽ അതുകൊണ്ട് ഒരു കാര്യം ദൈവത്തിന് എപ്പോഴും നന്ദി പറയാം. കർത്താവേ, അങ്ങ് ചെയ്യാനുള്ളത്, അങ്ങ് പണിയാനുള്ളത് എന്നിൽ പണിതാട്ട് ആ സ്വഭാവത്തിൻ്റെ രൂപമാറ്റം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു സ്വഭാവത്തിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ ഉടൻ പ്രൊമോഷൻ ഇസ് ദർ. നിനക്ക് മാറ്റം ഉണ്ടായിരിക്കും, പ്രൊമോഷൻ ഉണ്ടായിരിക്കും.